കഴിഞ്ഞ ദിവസം നടൻ ആലൻ സിയർ ഒരു വിവാദപരമായിട്ടുള്ള പ്രസ്താവന പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് രജനീകാന്തിനും അമിതാഭ് ബച്ചനും അഭിനയം അറിയില്ല, വേട്ടയനിൽ അഭിനയിച്ചിട്ട് ₹1 പോലും തന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് വിവാദങ്ങൾ ഇപ്രകാരം സൃഷ്ടിക്കാറുണ്ട്. അതേപ്പോൾ വലിയൊരു പടത്തിൽ അഭിനയിക്കാൻ പോയി, അവിടെ ഭക്ഷണം കിട്ടി, താമസിക്കാൻ പഞ്ചനക്ഷത്ര ഹോട്ടൽ കിട്ടി, യാത്രാ ചിലവ് കമ്പനി വഹിച്ചു, പക്ഷേ ₹10 അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ ഈ സിനിമയിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വലിയവരും ചെറിയവരും ഉണ്ട്. ഒരാൾ വലിയവനാണെങ്കിലേ അവനെ വലിയവനായിട്ട് കാണത്തുള്ളൂ, അവന് വലിയ ശമ്പളം കിട്ടത്തുള്ളൂ. ഒരാൾ ചെറിയവനാണെങ്കിൽ അവന് കൂലിപ്പണിക്കാരൻ്റെ ഒരു അവസ്ഥയാണ്, അവനെ കാണുന്നത് ആ ഒരു അവസ്ഥയിലാണ്. ജന്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്ന പോലെയുള്ളൂ. സ്ക്രീനിൽ പ്രേക്ഷകർ കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നടന്മാരുടെ ഈഗോ ഉണ്ട്, ക്ലാഷ് ഉണ്ട്. നിർമ്മാതാക്കളും ആർട്ടിസ്റ്റുകളും തമ്മിൽ ക്ലാഷ് ഉണ്ട്. ഒരാൾ ₹10 കൂടുതൽ വാങ്ങുന്നത് നടന്മാരുടെ ഇടയിൽ ക്ലാഷ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്ലാഷ് ഉണ്ട്. ഇപ്പോൾ അമിതാഭ് ബച്ചനും രജനീകാന്തിനും അഭിനയിക്കാനേ അറിയില്ല എന്ന് പറയാനുള്ള യോഗ്യതയൊന്നും ആലൻ സിയറിനില്ല. കാരണം ആലൻ സിയറിനെക്കാട്ടും കൂടുതലായിട്ട് ഒരുപാട് സിനിമകളിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 നടന്മാർ വേഷം ചെയ്തിട്ടുമുണ്ട്, അതെല്ലാം ഹിറ്റായിട്ടുണ്ട്. അവർക്ക് കോടികൾ വിറ്റുവരവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ കോടികൾ ശമ്പളം വാങ്ങുന്നുമുണ്ട്. ആലൻ സിയറിന് അത് കിട്ടാത്തത് ആരുടെയും കുറ്റമല്ല. അദ്ദേഹം അതുപോലുള്ള നടനായിട്ട് വളരാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് കിട്ടാത്തത്. അദ്ദേഹത്തിൻ്റെ വേഷങ്ങളൊക്കെ ഒരുമാതിരി കൂലിപ്പണിക്കാരൻ്റെ വേഷമാണ്, ഒരുമാതിരി 2ാം തരക്കാരൻ്റെ വേഷമാണ്, ആരും അധികം ശ്രദ്ധിക്കാത്ത വേഷമാണ് അദ്ദേഹത്തിൻ്റെ വേഷം. അദ്ദേഹത്തിന് മലയാളം സിനിമയിൽ ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ വെളിയിലുള്ള വലിയ വലിയ സിനിമാ നിർമ്മാണ കമ്പനികളുടെ ബാനറിൽ ശമ്പളം കിട്ടാൻ സാധ്യത കുറവാണ്. അധികം പേരും വലിയ ആളുകളായി കഴിയുമ്പോൾ മാത്രമേ അവർക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. സിനിമയിൽ അങ്ങനെയൊക്കെയുണ്ട്, എല്ലാവർക്കും ശമ്പളമൊന്നും കിട്ടുന്നില്ല. സിനിമയിൽ മുഖം കാണിക്കാനായിട്ട് പറ്റും, അത്രയേ ഉള്ളൂ. നക്കാപ്പിച്ച ശമ്പളം മാത്രമേ കിട്ടുകയുള്ളൂ. സിനിമ എന്ന് പറഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കുന്നൊരു പരിപാടിയാണ്. നിർമ്മാതാക്കൾ അപ്രകാരമാണ് സിനിമ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുന്നവർ ശമ്പളം വാങ്ങും, മറ്റൊരു വിഭാഗം ശമ്പളമില്ലാതിരിക്കും. പക്ഷേ സിനിമ ഓടി അത് ഇഷ്ടംപോലെ കളക്ഷൻ വരും. ഒന്നുമില്ലാതെ ഒരാൾ സിനിമ പിടിക്കില്ലല്ലോ. പക്ഷേ എല്ലാവർക്കും ശമ്പളം കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ സിനിമയിൽ വന്നെങ്കിൽ മാത്രമേ സിനിമാ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം ആലൻ സിയർ പറയുന്ന പോലൊന്നുമല്ല.